നമുക്കൊപ്പം ആർ റോഷിപാലുണ്ട്. ആർ റോഷിപാൽ, അംഗം കുറിച്ചു കഴിഞ്ഞു. കെ മുരളീധരനേക്കാൾ ഒത്ത എതിരാളിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ സൂചനയാണ് നമ്മൾ അമീനിൽ നിന്ന് കേട്ടത്. ശൈലജ ടീച്ചറിന് ടെൻഷൻ ഉണ്ടോ റോഷി? സുജയ, മട്ടന്നൂരിൽ നിന്നെത്തിയ കെ ശൈലജ കടത്തനാടന്റെ മണ്ണിൽ അങ്കത്തട്ടിൽ ഉണ്ണിയാർച്ചയാകുമെന്ന പ്രതീക്ഷയാണ് CPIM നേതൃത്വത്തിന് ഇടത് ക്യാമ്പിനുള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു റൗണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും എത്തിക്കഴിഞ്ഞു ശൈലജ. അതിന് പിന്നാലെ തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ പരാജയം, ആ പരാജയത്തിൽ സ്ഥാനാർത്ഥികൾ നൽകിയ ആത്മവിശ്വാസത്തിന് അപ്പുറത്തേക്ക് കെ ശൈലജ എന്ന സ്ഥാനാർത്ഥി വടകരയിൽ എത്തുമ്പോൾ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതൃത്വം, CPIM നേതൃത്വവും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തവണ വടകര തിരിച്ചുപിടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രചാരണത്തിൽ സജീവമാവുകയാണ് CPIM നേതൃത്വം. ഒരു കാരണവശാലും വീഴ്ചയില്ലാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പിലെ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇതിനേക്കാൾ നല്ല ഒരു സ്ഥാനാർത്ഥി വടകരയിലേക്ക് എത്തിക്കാനില്ല എന്നും CPIM കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രചാരണം. ഒരു പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ എത്തിയ സാഹചര്യമല്ല ഇന്ന്. അവിടെ RMB രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെ TP ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന ഘട്ടം. ഏതാണ്ട് 21,886 വോട്ടോളം TP ചന്ദ്രശേഖരൻ പിടിക്കുന്നു. എല്ലാ ഘടകങ്ങളും കോൺഗ്രസിന് UDFന് അനുകൂലമായ സാഹചര്യം. അവിടെ മുല്ലപ്പള്ളി വലിയ ആവേശമായി ഇതേപോലെ ലാൻഡ് ചെയ്യുന്നു. വലിയ ജനക്കൂട്ടമായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷനിൽ മുല്ലപ്പള്ളിയെ സ്വീകരിക്കുന്നത്. ആ ജനക്കൂട്ടത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് UDF പോകുന്നതും വടകര ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ആവേശത്തോടെ പിടിച്ചെടുക്കുന്നതും. പിന്നീട് അങ്ങോട്ട് അവിടെ മത്സരം നടന്നപ്പോൾ ഷംസീറിനോട് നേരിയ ഭൂരിപക്ഷത്തിന് മുല്ലപ്പള്ളി ജയിക്കുന്നു. പിന്നീട് കെ മുരളീധരൻ എത്തിയപ്പോൾ ഇതേ ആവേശത്തിൽ പ്രവർത്തകർ സ്വീകരിച്ചു. ഈ സ്ഥാനാർത്ഥിയുടെ ലാൻഡിംഗ് അവിടെയുള്ള പ്രവർത്തകർ, UDF പ്രവർത്തകർക്ക് വലിയ ആവേശം തന്നെയാണ്. ആ ആവേശത്തിലാണ് കടത്തനാട് എന്നും മുന്നോട്ട് പോകുന്നത്. കെ ശൈലജ എന്ന സ്ഥാനാർത്ഥി LDF പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ആവേശം CPIM നേതൃത്വത്തിൽ എമ്പാടുമുണ്ടായിരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരി ആയാലും കൂത്തുപറമ്പായാലും അവിടെ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ പാർട്ടി സംവിധാനം അത്രയേറെ ശക്തമാണ്. പിന്നീട് വടകരയിലേക്ക്, കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നാൽ അത് നാദാപുരമായാലും കുറ്റ്യാടിയായാലും വടകരയായാലും പേരാമ്പ്രയായാലും കൊയിലാണ്ടിയായാലും ഇവിടങ്ങളിൽ CPIM സംഘടനാ സംവിധാനം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത്. എന്റെ നാട് കൂടിയാണ്, ഞാൻ വടകരയിലെ വോട്ടർ കൂടിയാണ്. എന്തായാലും വടകരയിൽ പോയി വോട്ട് ചെയ്യുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പാണ്. അതാണ് അവരുടെ